ഒരു ആൺകുട്ടിക്ക് ജോലി കിട്ടി വരുമാനമൊക്കെ ആയി തുടങ്ങുമ്പോൾ അയാൾ ചിന്തിക്കുന്നത് ഇപ്പം എനിക്കൊരു കുടുംബം പോറ്റാനുള്ള വരുമാനമൊക്കെ ആയി, അതുകൊണ്ട് ഒരു കല്യാണം കഴിച്ചേക്കാന്നാണ്. പക്ഷെ ഒരു പെൺകുട്ടിക്ക് ജോലി കിട്ടി വരുമാനമൊക്കെ ആകുമ്പോൾ പല പെൺകുട്ടികളും ചിന്തിക്കുന്നത് ഇപ്പം എനിക്ക് വരുമാനമൊക്കെ ആയി, അതുകൊണ്ട് ഞാൻ ഇനി കല്യാണം കഴിക്കുന്നില്ല എന്നാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. കേരളത്തിൽ ഇപ്പോൾ ഒരു അറേഞ്ച് മാരേജിലൂടെ വിവാഹം കഴിക്കാൻ നടക്കുന്ന ആൺകുട്ടികൾക്കറിയാം, കേരളത്തിൽ വിവാഹം കഴിക്കാനുള്ള പെൺകുട്ടികൾ എണ്ണത്തിൽ കുറവാണ്. ഈ കൂട്ടത്തിൽ തന്നെ ജോലിയുള്ള പല പെൺകുട്ടികൾക്കും വിവാഹം വേണ്ട എന്ന തീരുമാനത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, ഒരാണിന് വരുമാനം കിട്ടുമ്പോൾ അവൻ ചിന്തിക്കുന്നത് ഇനി എനിക്ക് ഒരാളെയും കൂടെ ടേക്ക് കെയർ ചെയ്യാം, എനിക്കൊരു ഫാമിലി ടേക്ക് കെയർ ചെയ്യാം, മക്കളുണ്ടായാൽ അവരെയും കൂടെ എനിക്ക് ടേക്ക് കെയർ ചെയ്യാം, അതുകൊണ്ട് ഞാനൊരു കല്യാണം കഴിച്ചേക്കാന്നാണ്. പക്ഷെ പെൺകുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. അവർക്ക് വരുമാനം കിട്ടുമ്പോൾ അവർ ചിന്തിക്കുന്നത് എനിക്കിപ്പോൾ ഒരു വരുമാനമായി, അതുകൊണ്ട് ഞാൻ ഇനി കല്യാണം കഴിക്കുന്നില്ലെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും, പെൺകുട്ടികൾ ഇത്രയും കാലം കല്യാണം കഴിച്ചിരുന്നത് വേറെ വരുമാനമൊന്നും ഇല്ലാതിരുന്നുകൊണ്ടാണോ? അതായത് ഒരു ഉപജീവന മാർഗം എന്ന രീതിയിലാണോ പെൺകുട്ടികൾ കേരളത്തിൽ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്? ഒന്നാലോചിച്ച് നോക്കിയാൽ അത് തന്നെയാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ പെൺകുട്ടികൾ വിവാഹം കഴിച്ചിരുന്നത് പിന്നീട് അങ്ങോട്ടുള്ള ഒരു ജീവിതം സെക്യൂർ ആക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അറേഞ്ച് മാരേജിൽ പെൺകുട്ടിയേക്കാൾ പ്രായവും ഉയരവും വരുമാനവും കൂടുതലുള്ള ഒരു ആണിനെ കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ അവരുടെ മാതാപിതാക്കൾ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിരുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ തൻ്റെ മകൾക്ക് ഒരു പ്രൊട്ടക്ടർ ആൻഡ് പ്രൊവൈഡർ ആയിട്ട് അയാൾക്ക് നിൽക്കാൻ പറ്റും. അതിന് യോഗ്യനാണ് എന്ന് തോന്നുന്ന ഒരാൾക്ക് ഇവർ വിവാഹം കഴിപ്പിച്ച് കൊടുത്തിരുന്നുള്ളൂ. സോ പെൺകുട്ടികൾ പണ്ട് വിവാഹം കഴിച്ചിരുന്നത് അവർക്ക് വേറെ വരുമാന മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ളൊരു ജീവിതം സെക്യൂർ ആക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ സമ്മതിക്കേണ്ടി വരും. പക്ഷേ ഇവിടെയും പെൺകുട്ടികളെ ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. ഇത് നമ്മളുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വളർത്തുന്നതിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ആൺകുട്ടികളെ വളർത്തുന്നത് നീ നന്നായി പഠിച്ച് നല്ലൊരു ജോലി നേടണം, ആ ജോലി നേടിയിട്ട് നീ നമ്മുടെ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യണം, അതേപോലെ നീ കല്യാണം കഴിച്ച് ആ ഒരു ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യണം. ഇതാണ് ഒരു ആൺകുട്ടിയുടെ ലൈഫ് സൈക്കിൾ. പെൺകുട്ടികളോട് ചെറുപ്പത്തിൽ പറഞ്ഞിരുന്നത് നീ വീട്ടുപണികൾ പഠിക്കണം, കുക്കിംഗ് പഠിക്കണം, കാരണം നീ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറാനുള്ള ആളാണ്. അല്ലാതെ നീ ഇൻഡിപെൻഡൻ്റ് ആവണം, നീ ജോലി നേടണം, വരുമാനം നേടണം എന്ന് പറഞ്ഞിട്ടല്ല നമ്മളിവിടെ പെൺകുട്ടികളെ വളർത്തിയിരുന്നത്. അന്ന് കേരളത്തിലെ ഒരു ഫാമിലി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് റോളുകൾ ഭർത്താവിനും ഭാര്യയ്ക്കും ഉണ്ടായിരുന്നു. ഭർത്താവിൻ്റെ റോള് പ്രൊട്ടക്ടർ ആൻഡ് പ്രൊവൈഡർ എന്ന് പറയുന്നതാണ്. അയാളാണ് വീടിൻ്റെ ഒരു പ്രൊട്ടക്ടർ, അയാളാണ് വീടിന് വേണ്ടി വരുമാനം നേടുന്ന ആൾ. ഭാര്യയുടെ റോള് ഹോം മേക്കർ എന്നതായിരുന്നു. അപ്പോൾ ഈ ഹോം മേക്കർ അല്ലെങ്കിൽ ഹൗസ് വൈഫ് എന്ന് പറയുന്ന റോളിൽ വീട്ടുപണികളെല്ലാം ചെയ്യണം, കുക്കിംഗ് എല്ലാം ചെയ്യണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം. ഇങ്ങനെ രണ്ടുപേരും അവരവരുടെ റോളുകൾ ചെയ്തിട്ടാണ് ഒരു കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുകയും അവരും ജോലി നേടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു വീട്ടിലെ പ്രൊട്ടക്ടർ ആൻഡ് പ്രൊവൈഡർ എന്ന് പറയുന്ന റോള് രണ്ടാളും കൂടെ ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. ഇപ്പോൾ നമ്മുടെയൊക്കെ പാരൻസിൻ്റെ ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മ ഒരു വർക്കിംഗ് വുമൺ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് രണ്ടുപേരും ജോലി ചെയ്യുന്നു, രണ്ടുപേരും വരുമാനം വെച്ച് ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തി മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. നമ്മളിൽ പലരും അത്തരത്തിലുള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന ആൾ തന്നെയായിരിക്കും. ആ സമയത്തും പ്രൊട്ടക്ടർ അല്ലെങ്കിൽ ഒരു ഗ്രഹനാഥൻ എന്ന് പറയുന്ന റോള് ഭർത്താവിൻ്റെ ആണെങ്കിലും ഈ ഭാര്യ കുട്ടികളെ നോക്കിയും കുക്കിങ്ങും ചെയ്യുന്ന ഒരാൾ എന്നതിനേക്കാൾ ഉപരി ജോലിക്ക് പോയി വരുമാനം നേടി വീട്ടിലേക്ക് സാമ്പത്തികമായിട്ടൊരു ഇൻപുട്ട് കൊടുക്കുന്ന ഒരാളായിട്ട് മാറി. പക്ഷേ ആ സമയത്തും നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മുടെ പാരൻസിൻ്റെയൊക്കെ ജനറേഷനിൽ ഈ വീട്ടിലെ കുക്കിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്തിരുന്നത് ഈ ഭാര്യ തന്നെയായിരിക്കും, അവർക്കൊരു ജോലി ഉണ്ടെങ്കിലും. അപ്പോൾ ജോലിയും വീട്ടിലെ കാര്യങ്ങളും ഒരേപോലെ മാനേജ് ചെയ്ത് പോകുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഇതേപോലെ തന്നെ ഭർത്താവ് കുക്കിങ്ങിലും വീട് പണികളും സഹായിക്കുന്ന വീടുകളുണ്ട്, ഭർത്താവ് ഒരു പണിയെടുക്കാത്ത വീടുകളുണ്ട്. പക്ഷെ സംഭവം ഇവർ ഈ ജോലിയും വീട്ടിലെ കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ ഒരു തലമുറയിലെ പെൺകുട്ടികൾ ഒരു വരുമാനമായി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വിവാഹത്തിന് തയ്യാറാവുന്നില്ല. നമ്മുടെ പാരൻസിൻ്റെ ഒരു ജനറേഷനിൽ അച്ഛനും അമ്മയും കൂടെ ജോലി ചെയ്ത് കുടുംബത്തിലെ റോളുകൾ സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കണ്ടു വളർന്ന തലമുറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഹോം മേക്കർ പ്ലസ് ഒരു വർക്കിംഗ് വുമൺ എന്നുള്ളത് നമ്മുടെ അമ്മയ്ക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റുമല്ലോ, അപ്പോൾ എനിക്കും അതുപോലെ ചെയ്യാം എന്നല്ലേ ചിന്തിക്കേണ്ടേ. പക്ഷേ പെൺകുട്ടികൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ മാറ്റി ചിന്തിക്കാൻ കാരണം? നമുക്ക് ഭാര്യയും ഭർത്താവും വർക്കിംഗ് ആയിട്ടുള്ള ഒരു വീട്ടിലെ രണ്ടുപേരുടെയും ഒരു ദിവസത്തെ ഫുൾ ആക്ടിവിറ്റീസ് നോക്കാം. ഈ ഭാര്യയ്ക്കും ഭർത്താവിനും രാവിലെ 9 മണി തൊട്ട് 6 മണി വരെ ജോലിയുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഇവർക്ക് രണ്ടാൾക്കും റെഡി ആയിട്ട് ആ സമയത്ത് ഓഫീസിലേക്ക് എത്തണം, രാവിലത്തെ ഭക്ഷണം കഴിക്കണം, ഉച്ചത്തെ ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ രാവിലെ ഭാര്യ ആദ്യം എഴുന്നേറ്റ് കുക്കിംഗ് തുടങ്ങിയാലേ രാവിലത്തെ ഭക്ഷണവും ഉച്ചത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇവർക്ക് സമയത്തിന് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ രാവിലെ എഴുന്നേറ്റ് വർക്കൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ പാക്ക് ചെയ്ത് രണ്ടുപേരും ജോലിക്ക് പോകുന്നു. രണ്ടുപേരും ജോലി കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചെത്തുന്നു. രണ്ടുപേരും ടയേർഡാണ്. കാരണം ഓഫീസിലെ തിരക്കുകളും ഓഫീസിലെ സ്ട്രെസ്സും പിന്നെ ഈ യാത്രയുടെ ക്ഷീണവും കൊണ്ട് രണ്ടാളും ടയേർഡാണ്.
അപ്പോൾ ആണിന് വേണമെങ്കിൽ, ഭർത്താവിന് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, പക്ഷേ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അവൾക്ക് അടുക്കളയിൽ കയറി രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഒരു വർക്കിംഗ് വുമണ് വീട്ടിലെയും കൂടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എടുക്കേണ്ടി വരുന്ന എഫേർട്ട് കൂടുതലാണ്. ഇപ്പം നിങ്ങൾ പറയും, പല വീടുകളിലും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഇത്തരത്തിൽ കുക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും ഭർത്താവും സഹായിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇൻലോസിൻ്റെ കൂടെയാണ്, ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഈ ഭാര്യ നിൽക്കുന്നതെങ്കിൽ ഇത്തരത്തിലൊരു ഭർത്താവിന് കയറി ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം ഇവൻ്റെ അച്ഛനും അമ്മയും തന്നെ പറയും, ഇത്രയും കാലം നീ എന്നെ അടുക്കളയിൽ സഹായിക്കാതിരുന്ന ഒരുത്തനാണ്, ഇപ്പോൾ ഭാര്യ വന്നു പറഞ്ഞാൽ നീ അടുക്കളയിൽ കയറേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഈ ഒരു ഭർത്താവിനെ കൊണ്ട് ഭാര്യയെ സഹായിക്കുന്നത് ഇവർ തന്നെ തടയും. അപ്പോൾ ഒരു വർക്കിംഗ് വുമൺ നോക്കുമ്പോൾ ഇപ്പോൾ അവൾ ഒറ്റയ്ക്ക് താമസിക്കുന്നു, അവൾക്ക് സ്വന്തം വീട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവളുടെ അമ്മ ചിലപ്പോൾ വീട് പണികളിലും അതേപോലെ കുക്കിങ്ങിലും ഒക്കെ അവളെ സഹായിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവൾക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മ തന്നെയായിരിക്കും. ഇനി ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ പോലും സ്വന്തം ആവശ്യത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. വൈകിട്ട് ടയേർഡാണെങ്കിൽ വീട് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഭക്ഷണം ഉണ്ടാക്കാനോ നിൽക്കണ്ട, ഭക്ഷണം വേണമെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കാം. പക്ഷേ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയുള്ളൊരു ഫാമിലിയിലാണ് നിൽക്കുന്നതെങ്കിൽ മരുമോള് വൈകിട്ട് വന്നിട്ട് എനിക്കിന്ന് കുക്ക് ചെയ്യാൻ വയ്യ, നമുക്ക് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞാൽ എത്ര വീടുകളത് സമ്മതിക്കും? അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വരുമാനമുള്ള ഒരു പെൺകുട്ടിക്ക് അവളുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഒരു ഫാമിലിയിലേക്ക് വരുമ്പോൾ അവളുടെ ജോലി തിരക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ഫാമിലിയും കൂടെ ടേക്ക് കെയർ ചെയ്യേണ്ടി വരുമ്പോൾ അതൊരു എക്സ്ട്രാ എഫർട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇവരുടെ ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഇവരുടെ കസിൻസോ ചേച്ചിമാരോ ഒക്കെ കല്യാണം കഴിച്ചിട്ട് ഇതേപോലെ ജോലിയും ഫാമിലിയും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റാതെ പെടാപ്പാട് പെടുന്ന കാണുന്നുണ്ടാവും. പിന്നെ ഇവരുടെ കൊളീഗ്സോ ഫ്രണ്ട്സോ ഒക്കെ ഇതേപോലെ കല്യാണം കഴിച്ച് പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്കും തോന്നും, ഇങ്ങനെ എൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ, ഞാൻ ഇത്തരത്തിലൊരു വലിയ പ്രശ്നത്തിൽ പോയി പെടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇവർ കല്യാണം കഴിക്കേണ്ടതെന്ന് തീരുമാനിക്കും. ഇനി രണ്ടാമത്തെ പ്രശ്നം പണം ഉപയോഗിക്കുന്നതിലൊരു സ്വാതന്ത്ര്യമാണ്. നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടിക്ക് ജോലി കിട്ടി അവൾക്ക് വരുമാനമൊക്കെ ആയി കഴിഞ്ഞാൽ അവൾക്ക് അവളുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് വാങ്ങാം, അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ച് കഴിക്കാം, അങ്ങനെ അവളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവളുടെ വരുമാനം എടുത്ത് ഉപയോഗിക്കാം. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരാണിന് അവൻ്റെ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും അവൻ്റെ പണം ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും പെൺകുട്ടിക്ക് വിവാഹം കഴിഞ്ഞാൽ അവളുടെ സ്വന്തം വീട്ടിലേക്ക് പണം കൊടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് എന്നല്ല, അങ്ങനെ പെൺകുട്ടികൾ സ്വന്തം വീട്ടിലേക്ക് പണം കൊടുക്കുന്ന ഒരു ശീലമൊന്നും നമ്മുടെ നാട്ടിലില്ല. പിന്നീട് ആ പണം പലപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. സോ ഒരു വരുമാനമുള്ള പെൺകുട്ടി അവൾ ബാച്ചിലറായിട്ട് ഇരിക്കുമ്പോൾ അവളുടെ കയ്യിലുള്ള പണത്തിൻ്റെ ഉപയോഗത്തിന് അവളുടെ കയ്യിൽ തന്നെ കൺട്രോൾ ഉണ്ട്. പക്ഷേ വിവാഹം കഴിച്ച് നമ്മൾ പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശെടുത്ത് ഇവർക്ക് കൊണ്ട് കൊടുക്കുന്നു, പിന്നെ അവരുടെ ഇഷ്ടത്തിന് വേണം അത് ചിലവാക്കാൻ. അപ്പോൾ ഇവൾക്ക് ഇഷ്ടത്തിനുള്ള ഒരു ഡ്രസ്സ് വാങ്ങാനോ ഭക്ഷണം മേടിച്ച് കഴിക്കാനോ പോലും സ്വന്തമായിട്ട് കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഭർത്താവിൻ്റെയോ വീട്ടുകാരോ അനുവാദം ചോദിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകണോ, അതോ നമ്മുടെ കയ്യിൽ പണം ഉള്ളപ്പോൾ ഈ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ആസ്വദിച്ച് ജീവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും പെൺകുട്ടികൾ കല്യാണം കഴിക്കേണ്ടെന്നല്ലേ തീരുമാനിക്കുള്ളൂ. ഇനി അടുത്ത പ്രശ്നം, കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് ഈ വിവാഹം വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും. ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ സാധാരണ നോർമൽ ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് കരിയറിൽ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്താലേ നമുക്ക് അടുത്തടുത്ത ഡെസിഗ്നേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ, നമുക്ക് കൃത്യമായിട്ടുള്ള ഹൈക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഹൈക്ക് കിട്ടില്ലെങ്കിൽ നമ്മൾ മറ്റൊരു കമ്പനിയിൽ ജോലി കണ്ടുപിടിച്ച് അവിടേക്ക് ജമ്പ് ചെയ്യണം. എന്നാലേ നമുക്ക് ഈ ഒരു കരിയറിൽ ഡെസിഗ്നേഷൻ രീതിയിലും ശമ്പളത്തിൻ്റെ രീതിയിലൊക്കെ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് കൂടുതൽ ശമ്പളം കിട്ടണമെങ്കിൽ ചിലപ്പോൾ ബാംഗ്ലൂർക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ബോംബെക്ക് പോകേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മൾ ഇതേ ശമ്പളത്തിന് തന്നെ ഒരു 10-15 വർഷം ഇവിടെ സ്റ്റക്കായി പോകും. അപ്പോൾ കരിയർ ഫോക്കസ് ചെയ്യുന്ന ഒരാൾ അടുത്തടുത്ത കമ്പനികളിലേക്കും അടുത്തടുത്ത ഡെസിഗ്നേഷനിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ സിറ്റിയും എല്ലാം മാറി തന്നെ മുന്നോട്ട് കൊണ്ടുവരും. ഇത് ആണുങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ കൊച്ചിയിൽ ഭർത്താവിൻ്റെ കൂടെ കഴിയുന്ന ഒരു പെൺകുട്ടി പറയുന്നു, എനിക്ക് അടുത്ത നല്ലൊരു ജോലി വരുന്നത് ബാംഗ്ലൂരാണ്, എനിക്ക് ബാംഗ്ലൂർക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അടുത്ത് ഉടനെ പൊക്കോന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവ് പറയും, നീ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം എങ്ങനെയാണ്, പാരൻസിൻ്റെ കാര്യം എങ്ങനെയാണ്, മക്കളുടെ കാര്യം എങ്ങനെയാണ്, നീ ഇവിടെ തന്നെ നിൽക്കുക, നമുക്കുള്ള സാലറിക്ക് മതി എന്ന് പറയും. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും വിവാഹം കഴിയുന്നതോടെ പെൺകുട്ടികൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. ഇനി അടുത്ത പ്രശ്നം കുട്ടികളുണ്ടാകുമ്പോഴാണ്. ഒരു ഭാര്യയും ഭർത്താവും രണ്ടാളും ജോലി ചെയ്യുന്നു, അങ്ങനെ അവരൊരു കുട്ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നു, പ്രഗ്നൻ്റ് ആവുന്നു, കുഞ്ഞുണ്ടാവുന്നു. ഈ കുഞ്ഞുണ്ടായി കഴിയുന്ന സമയത്തും അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അവസാന മാസങ്ങളിലെല്ലാം ഈ ഭാര്യയ്ക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഒന്നുകിൽ അവൾക്ക് ലീവ് കമ്പനിയിൽ നിന്ന് കിട്ടും, പക്ഷേ ആ ലീവ് ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞാൽ അവൾ വീണ്ടും ജോലിക്ക് കയറേണ്ടി വരും. പക്ഷേ ഈ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യം കൊണ്ട് പലപ്പോഴും പെൺകുട്ടികൾക്ക് ജോലി രാജിവെക്കേണ്ടി വരും. പക്ഷേ ഭർത്താവിന് ആ സമയത്ത് കരിയറിന് ബ്രേക്കൊന്നും ഉണ്ടാവുന്നില്ല, അയാൾക്ക് അയാളുടെ കരിയറായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അല്ലെങ്കിൽ പാരൻസിന് ടേക്ക് കെയർ ചെയ്യാവുന്ന ഒരു അവസ്ഥ ആയി കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടിക്ക് പിന്നെ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അതോടുകൂടി അവളുടെ കരിയറിൽ ഒരു ബ്രേക്ക് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. അപ്പോൾ നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വേറെ ആൾക്കാർ വരും. അപ്പോൾ ഈ ഒരു കരിയർ ബ്രേക്കിന് ശേഷം ഈ പെൺകുട്ടി തിരിച്ചു വന്നിട്ട് അവൾക്ക് വീണ്ടും നല്ലൊരു ജോലി കിട്ടാനും ഈ നല്ലൊരു സാലറിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ചാൻസ് വീണ്ടും കുറവായിരിക്കും. അപ്പോൾ പെട്ടെന്നൊന്നും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല, നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, അങ്ങനെ വീണ്ടും സമയം പോകും, അവസാനം കിട്ടിയൊരു ജോലിക്ക് ചെറിയ സാലറിക്ക് കയറേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ
അവൾക്ക് അത്രയും കാലം ഉണ്ടായിരുന്ന സീനിയോറിറ്റിയും എക്സ്പീരിയൻസ് എല്ലാം വെറുതെ ആയിപ്പോവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കരിയർ ഒന്നേന്ന് തുടങ്ങുന്ന പോലെ ആയിപ്പോവും. സോ ഈ ഒരു ഫാമിലി സെറ്റപ്പ് നിങ്ങൾ നോക്കൂ, ഭാര്യയും ഭർത്താവും വർക്കിംഗ് ആണ്, അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നു, കുഞ്ഞ് രണ്ടാളുടെയും കൂടെയാണ്. പക്ഷെ അവിടെ ഭാര്യയ്ക്കാണ് കൂടുതൽ നഷ്ടം വരുന്നത്, അവളുടെ കരിയറാണ് ബ്രേക്ക് ആവുന്നത്. പലർക്കും മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് തിരിച്ച് ജോലിക്ക് പോകാൻ പറ്റും, പാരൻസും ഫാമിലിയൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ പലർക്കും അത്രയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റാതെ കരിയർ ബ്രേക്ക് ആയിപ്പോയിട്ടുള്ള ഒരുപാട് പേരെ നമുക്കറിയാം. ഇവർ കല്യാണം കഴിഞ്ഞ് കുട്ടിയെ ടേക്ക് കെയർ ചെയ്ത് 1-2 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് വരെയൊക്കെ ഈ ഒരു അമ്മ ജോലി കളഞ്ഞ് വീട്ടിലിരിക്കുന്ന ഫാമിലീസ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഒരു കരിയർ ബ്രേക്കും കൂടെ വരുമ്പോൾ ഒരു ഫാമിലി സെറ്റപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് കരിയർ ഫോക്കസ്ഡ് ആണെങ്കിൽ ഇതുകൊണ്ട് നഷ്ടം മാത്രമേ ഉള്ളൂ. ഇനിയാണ് പ്രധാന പ്രശ്നം. നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ നല്ലൊരു ഭാര്യ ആവാനും നല്ലൊരു അമ്മയാവാനൊക്കെ പറ്റും. പക്ഷെ ഇവരെ കൊണ്ട് ഒരിക്കലും പറ്റാത്തത് നല്ലൊരു മരുമകളാവാനാണ്. അത് പെൺകുട്ടികളുടെ കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലൊരു ഫാമിലി സെറ്റപ്പ് തന്നെ അങ്ങനെയാണ്. ഇവിടെ എത്ര നല്ല രീതിയിൽ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊരു പെൺകുട്ടി നിന്നാലും അവൾ നല്ലൊരു മരുമകളാണെന്ന് പറയാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. മരുമകൾക്ക് ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോ വീടുകളിലും ഓരോ സാഹചര്യത്തിലാണ് ജീവിച്ച് വളർന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പല ശീലങ്ങളും പല ചിട്ടകളും ശരിയായിരിക്കില്ല. പക്ഷെ നമ്മൾ ചെറുപ്പം തൊട്ട് അത് തന്നെ ചെയ്തു വരുന്നതുകൊണ്ട് നമ്മളത് ശീലിച്ചു. ഇതേപോലെ തന്നെയാണ് ഒരു പെൺകുട്ടിയും വളർന്നു വരുന്നത്. അവൾ അവളുടെ വീട്ടിലെ ശീലങ്ങളും ചിട്ടകൾക്കും അനുസരിച്ചാണ് അവൾ വളർന്നു വരുന്നത്. പിന്നീട് ആ പെൺകുട്ടി ഈ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളാരും ആ പെൺകുട്ടിയുടെ രീതികൾക്കനുസരിച്ച് ലൈഫിന് മാറ്റമൊന്നുമില്ല. ഈ വീട്ടിലെ സിസ്റ്റം എന്താണോ അതിലേക്ക് ആ പെൺകുട്ടി അഡ്ജസ്റ്റ് ആവണം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ഒരുവിധം പെൺകുട്ടികളൊക്കെ ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുന്നത്. പക്ഷേ ഒരു ആണ് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കും, നമ്മൾ ഭാര്യയുടെ വീട്ടിലേക്ക് പോകുന്നു, നമുക്ക് ആദ്യത്തെ ദിവസം ഒരു ഗസ്റ്റ് എന്നുള്ള രീതിയിൽ നല്ല സ്വീകരണമായിരിക്കും. പക്ഷേ പിറ്റേന്ന് വൈകിട്ട് നിങ്ങൾ ചിലപ്പോൾ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യയുടെ അമ്മ സ്ഥിരമായിട്ട് സീരിയൽ കാണുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അവർ പതുക്കെ വന്നിട്ട് സീരിയൽ വെച്ചോട്ടെ എന്ന് ചോദിക്കുന്നു, അവരൊന്ന് സീരിയൽ കാണുന്നു. അങ്ങനെ നമുക്ക് ആ ടി വിയിലുള്ള കൺട്രോൾ തന്നെ പോകുന്നു. അതേപോലെ നമ്മൾക്ക് വിശക്കുന്ന സമയത്ത് അവർ ഭക്ഷണം കഴിക്കുന്നില്ല, അവർ പറയുന്നത് ഞങ്ങളിപ്പോൾ കഴിക്കില്ല, ഞങ്ങളൊരു 10 മണിക്കേ കഴിക്കുന്നു പറഞ്ഞാൽ നമ്മളൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ വിശപ്പ് സഹിച്ചിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. അത്തരത്തിൽ 1-2 ദിവസം തന്നെ മറ്റൊരു വീട്ടിൽ പോയിട്ട് അവിടുത്തെ രീതികളിലേക്ക് അഡ്ജസ്റ്റ് ആവാൻ ഓരോ ഭർത്താവിനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അതുകൊണ്ടാണ് ഭാര്യ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ ഭർത്താക്കന്മാരും തിരിച്ചു വരുന്നത്. പക്ഷേ ഇതേ പ്രശ്നം ഭാര്യയ്ക്കുണ്ടല്ലോ. ഈ ഭാര്യ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ രീതികളും ഇവിടുത്തെ സമയത്തിനനുസരിച്ചിട്ട് ആ പെൺകുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. അത് എത്ര എഫർട്ട് ഇട്ടാലും എത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോയാലും ഈ പെൺകുട്ടിക്ക് മരുമകൾ എന്ന രീതിയിൽ ഒരുപാട് കുറ്റങ്ങൾ കേൾക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾക്ക് തോന്നും, ഇപ്പോൾ കല്യാണം കഴിച്ച് രണ്ടുപേരും മാറി ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ അവിടെ പിന്നെയും കുഴപ്പങ്ങളില്ല. നേരത്തെ പറഞ്ഞ പോലെ ഭർത്താവിനെ ഭാര്യയെ സഹായിക്കുന്നതിലോ ഒന്നും വീട്ടുകാരെ ഇടപെടില്ല. പക്ഷേ ഒരുപാട് വീടുകളിൽ ആ പെൺകുട്ടിക്ക് വേണ്ടി ഭർത്താവിനെ സഹായിക്കണമെന്നുണ്ടെങ്കിലും അയാൾക്കും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയും, പിന്നെ ഈ വീട്ടുകാരുടെ ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കുറ്റം പറച്ചിലുകളും പ്രശ്നങ്ങളൊക്കെ കാരണം വല്ലാത്തൊരു സ്ട്രെസ്സിലാണ് ഈ പെൺകുട്ടി ആ ഒരു വീട്ടിൽ കഴിയേണ്ടി വരിക. അപ്പോൾ ഈ സ്ട്രെസ് മൊത്തം തലവെക്കുന്നതിനേക്കാളും നല്ലത് ബാച്ചലറായിട്ട് ജീവിക്കുക, അതും സ്വന്തം വീട്ടിലുള്ള സൗകര്യത്തിൽ ജീവിക്കാനാണ് എല്ലാ പെൺകുട്ടികളും ചിന്തിക്കുക. ഇതിൽ മറ്റൊരു സിറ്റുവേഷൻ പറയാം. ഇപ്പോൾ ഒരു പീരീഡ്സിൻ്റെ സമയത്ത് നമ്മുടെ പല കമ്പനികളിലും ഇപ്പോൾ മെൻസ്ട്രൽ ലീവോ മെൻസ്ട്രൽ വർക്ക് ഫ്രം ഹോമോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പീരീഡ്സിൻ്റെ സമയത്ത് പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ ലീവ് എടുത്ത് വീട്ടിലിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വർക്ക് ഫ്രം ഹോം എടുക്കാം. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ശാരീരികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം ട്രാവൽ ചെയ്യേണ്ട, വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാം, വേണമെങ്കിൽ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്ത് ലീവ് ആക്കാൻ പറ്റും. പക്ഷേ ഈ പെൺകുട്ടി കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലാണെന്ന് കരുതുക. അവൾക്ക് ഓഫീസിൽ നിന്ന് മെൻസ്ട്രൽ ലീവ് കൊടുത്തു, നീ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ പെൺകുട്ടിക്ക് ആ വീട്ടിൽ അന്നത്തെ ദിവസം റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. അമ്മയമ്മ പറയും, ഇതൊക്കെ എനിക്കുള്ളത് തന്നെയാണ്, ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഈ മക്കളെയൊക്കെ പോറ്റി വളർത്തിയതും വീട്ടിലെ പണിയൊക്കെ എടുത്തത്, അപ്പോൾ ഇവർക്ക് മാത്രം എന്തിനാണ് റെസ്റ്റ് എന്ന് ചോദിക്കും. സോ ഒരു കമ്പനി മെൻസ്ട്രൽ ലീവ് കൊടുത്തിട്ട് റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞാലും ഒരു മരുമകൾക്ക് അന്നത്തെ ദിവസം റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ഇത് ഈ മെൻസ്ട്രൽ സിറ്റുവേഷനിൽ മാത്രമല്ല, അസുഖം വന്നാലും ഈ പെൺകുട്ടി തന്നെയാണ് വീട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിക്ക് വിവാഹം എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ട്രാ എഫർട്ടും എക്സ്ട്രാ ബർഡൻ ആയിട്ട് തോന്നും. അതേസമയം ഒരു നല്ല വാക്ക് പോലും കേൾക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ കുറേ കഷ്ടപ്പെടുന്നു, കുറേ അഡ്ജസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് നല്ല വാക്കൊന്നും കിട്ടാനില്ലെങ്കിൽ അത്തരത്തിലൊരു പരിപാടിക്ക് നമ്മളാണെങ്കിലും പോകില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവിക്കാനുള്ള വരുമാനമുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനെ എക്സ്ട്രാ എഫർട്ടും കഷ്ടപ്പാടുമുള്ള വിവാഹം എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് വരാൻ എന്തായാലും മടിയുണ്ടാവും. വിവാഹം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് വലിയ ലാഭമൊന്നുമില്ലാത്തൊരു ഏർപ്പാടാണ്. അപ്പോൾ അവർക്കൊരു വരുമാനം ആയിക്കഴിഞ്ഞാൽ ആ വരുമാനം വെച്ച് മുന്നോട്ട് പോകാം. വിവാഹം വേണ്ട എന്നവർ തീരുമാനിക്കാനുള്ള കാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വിശേഷങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.